തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചനത്തിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റാം. സങ്കീർത്തനം 119 47 തിരുവചനം. 119 സങ്കീർത്തനം 47 തിരുവചനം. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നീ ആനന്ദം കണ്ടെത്തുന്നതും നീ സ്നേഹിക്കുന്നതും എന്തിലാണ് എന്ന് ഈ ദിനത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. എന്താണ് നിൻ്റെ ആനന്ദം? ദൈവത്തിൻ്റെ പ്രമാണങ്ങളിലും ദൈവവചനത്തിലും ദൈവത്തിലുമാണോ നിൻ്റെ ആനന്ദം, അതോ ലോകത്തിൻ്റേതായിട്ടുള്ള മറ്റു പലതിലുമാണോ? എങ്കിൽ അത് തിരുത്തുവാനായി ഈ ദിനത്തിൽ ദൈവം നമ്മളെ വിളിക്കുകയാണ്. സങ്കീർത്തനം 1 സങ്കീർത്തനത്തിൽ 2 തിരുവചനം ഇപ്രകാരമാണ്: എൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിക്കും. നീ എന്തിലാണ് ആനന്ദം കണ്ടെത്തുന്നത്, അതിനെ നീ കൂടുതൽ ഓർക്കും. നീ എന്തിനെയാണ് കൂടുതൽ ഓർക്കുന്നത്, നീ അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തിയാൽ നമ്മൾ ദൈവത്തെ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കും. ഈ ഓർമ്മ ഒരു സന്തോഷമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കും എന്ന് തിരിച്ചറിയണം. ദൈവത്തെ ധ്യാനിക്കും. ഈ ധ്യാനം നിൻ്റെ ജീവിതത്തിൽ സമാധാനം തരും. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാത്ത ക്രിസ്തീയ ജീവിതം എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? നമ്മൾ കാണുന്നുണ്ട്: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയുന്നത് ഈ ഫലങ്ങൾ ഉള്ള ജീവിതമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, അവൻ യേശു വിശ്വാസിയാണ്, യേശുവിൻ്റെ ശിഷ്യനാണ്, യേശുവിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒരു ഫലമാണ് ആനന്ദം. ഈ ആനന്ദത്തെയാണ് ഇന്ന് ഈ വചനം തിരുവചനത്തിൽ നമ്മളൊന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. എന്തിലാണ് നീ ആനന്ദിക്കുന്നത്? നിൻ്റെ ആനന്ദം ദൈവമാണോ, ദൈവത്തിൻ്റെ വചനമാണോ? സങ്കീർത്തനം 119 92 തിരുവചനം. 119 92 വചനം ഇപ്രകാരമാണ്: അങ്ങയുടെ പ്രമാണങ്ങൾ എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പലരും പ്രാർത്ഥനയിലും പള്ളിയിലും ഒക്കെ വരുന്നവരെ കാണാനായിട്ട് പറ്റും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇവരെ പള്ളിയിൽ കാണാനായിട്ട് പറ്റില്ല. ചില ഏതെങ്കിലുമൊക്കെ വിഷമതകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിന്നെ അവർ പള്ളിയിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. കുടുംബ കൂട്ടായ്മകളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കാനായിട്ട് ഇവർ മടിക്കുവാനായിട്ട് കാരണമാകുന്നു. എന്താണ്? ഇവർ പള്ളിയിൽ ആ നാളുകളിൽ വന്നപ്പോഴും കുർബാനകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴും കൂദാശകളിലും അതുപോലെ വിശുദ്ധ കുമ്പസാരത്തിലുമൊക്കെ പങ്കുചേർന്നുകൊണ്ടിരുന്നപ്പോഴുമൊക്കെ അവരുടെ ഉള്ളിൽ ആനന്ദമായി ദൈവമല്ല ഉണ്ടായിരുന്നത്. അവർ ആനന്ദം കണ്ടെത്തിയത് മറ്റു പലതിലുമാണ്. ഈ വചനം തിരുവചനത്തിൽ നമ്മൾ ചില 6 തലങ്ങളിൽ ആനന്ദിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. ഈ 6 തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും അവർ ആനന്ദം കണ്ടെത്തിയത്. ദൈവത്തെക്കാൾ ഉപരി ഈ മറ്റു തലങ്ങളിൽ ആനന്ദം കണ്ടെത്തിയാൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അവർ ദൈവത്തെ ഉപേക്ഷിക്കും, പള്ളിയിൽ വരില്ല, പ്രാർത്ഥിക്കില്ല, സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ മുഴുകുകയില്ല. സങ്കീർത്തകൻ ഇവിടെ പറയുകയാണ്, കാരണം ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിച്ചതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. എന്താണ്? ദുരിതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും നശിച്ചു പോകാമായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആനന്ദം നശിച്ചു പോകാനായിട്ട് ദൈവം വരുത്തിയില്ല. കാരണം എന്താണ്? ദൈവത്തിലായിരുന്നു ആനന്ദം. പ്രമാണങ്ങൾ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. സങ്കീർത്തനം നശിച്ചു പോയില്ല. ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിച്ചതുകൊണ്ട് സങ്കീർത്തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളും അസ്വസ്ഥതകളും തകർച്ചകളും എല്ലാം വന്നിട്ടും അദ്ദേഹം നശിച്ചു പോകാനായിട്ട് ദൈവം ഇടവരുത്തിയില്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണെന്ന് നമ്മൾ കണ്ടെത്തണം. സങ്കീർത്തനം 119 143: കഷ്ടതയുടെയും തീവ്രവേദനയും എന്നെ ഗ്രസിച്ചു, എന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് ആനന്ദം പകർന്നു. ഒരു വ്യക്തി ദൈവത്തിലും ദൈവവചനത്തിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളിലുമൊക്കെ ആനന്ദിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങളും കഷ്ടതകളും ഗ്രസിച്ചാലും അവൻ്റെ ഉള്ളിൽ ആനന്ദം നഷ്ടപ്പെടില്ല.
എന്നാൽ മനുഷ്യർ ഈ ദൈവത്തിൽ ആനന്ദിക്കാതെ മറ്റു പലതിലും ആനന്ദിക്കുന്നത് കൊണ്ട് ഈ ആനന്ദമൊക്കെ ഒരു നൈമിഷികമായ ആനന്ദമായതുകൊണ്ട് പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെല്ലാം തകർന്നു പോകും. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെയൊക്കെ ആനന്ദമെന്ന് ഈ ദിനത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാനായിട്ട് തയ്യാറാകാം. അതിനു മുമ്പ് എസ്തർ രാജ്ഞിയെ കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എസ്തർ രാജ്ഞിയുടെ ആനന്ദം എന്തായിരുന്നു എന്നുകൂടി മനസ്സിലാക്കി ഈ ലോകത്തിലെ മനുഷ്യൻ, ഒരുപക്ഷെ ഞാനും അതിലേതെങ്കിലുമൊക്കെ തലത്തിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിഞ്ഞു വരാനായിട്ട് ദൈവം നമ്മളെ ഇന്ന് ആഗ്രഹിക്കുകയാണ്. എസ്തർ രാജ്ഞി 10-ാം അധ്യായത്തിൽ 18 എസ്തർ രാജ്ഞി പറയുകയാണ്, അബ്രഹാമിൻ്റെ ദൈവമേ, അബ്രഹാമിൻ്റെ ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. എസ്തർ പലതരത്തിലൂടെ ദൈവം ഉയർത്തിയ വ്യക്തിയായിരുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ലഭിച്ചിട്ടും ആ അനുഗ്രഹങ്ങളിലും നന്മകളിലും ഈ എസ്തർ രാജ്ഞി ആനന്ദം കണ്ടെത്താതെ ഇതിൻ്റെ പ്രവർത്തിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ തരുന്ന അനുഗ്രഹദാതാവായ ദൈവത്തിൽ മാത്രം ആനന്ദം കണ്ടെത്തി. അതുകൊണ്ടാണ് എസ്തർ രാജ്ഞി ജീവിതത്തിൽ ഏത് തലങ്ങളിലൂടെ കടന്നുപോയിട്ടും ഈ ആനന്ദത്തിന് കുറവില്ലായിരുന്നു. എസ്തർ രാജ്ഞി പറയുകയാണ്, അബ്രഹാമിൻ്റെ ദൈവമായ കർത്താവെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. ദൈവം ഒരുപക്ഷെ പല തലങ്ങളിൽ നമ്മളെ ഉയർത്തിയിട്ടുണ്ട്, പല മേഖലകളിലൂടെ നമ്മളെ നയിച്ചിട്ടുണ്ട്. ആ തലങ്ങളിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോഴും നമ്മുടെ ആനന്ദം ദൈവം മാത്രമായിരുന്നോ, അതോ ആ തലങ്ങളിലുള്ള നൈമിഷികമായ വ്യക്തിബന്ധങ്ങളും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഭൗതികമായ നേട്ടങ്ങളിലുമാണോ നമ്മൾ ആനന്ദം കണ്ടെത്തിയതെങ്കിൽ അത് മാറ്റിയെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പലതരത്തിലുള്ള ആനന്ദങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യരെ ഈ ലോകത്തിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റും. 6 തലങ്ങളിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന മനുഷ്യനെ കാണാൻ പറ്റും. അത് പിശാചിൻ്റെ ആനന്ദമാണ്. ആ ആനന്ദത്തിൽ ജീവിച്ചാൽ നമുക്ക് ദുരിതമുണ്ടാകും, തകർച്ചയുണ്ടാകും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞ് നിരാശയ്ക്ക് അടിമപ്പെടും. ആ നിരാശയ്ക്ക് പടുകുത്തി വീഴാതിരിക്കണമെങ്കിൽ ഈ 6 തലങ്ങളിലുള്ള ആനന്ദത്തെ നമ്മൾ ശരിയായ തലത്തിൽ മാറ്റിയെടുക്കാനായിട്ട് തയ്യാറാകണം. ഒന്നാമത്, ചിലർ ആനന്ദം കണ്ടെത്തുന്നത് അധമ വികാരങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവരെ കാണാൻ പറ്റും. അധമ വികാരങ്ങൾ, കാമം, ക്രോധം, മോഹം തുടങ്ങിയ അധമമായ വികാരങ്ങളിൽ അടിമപ്പെട്ട് അതിനെ ഒരു ആനന്ദമാക്കി അതിൽ രതിച്ച് ജീവിക്കുന്നവരെ കാണാൻ പറ്റും. അതിൽ മതിച്ച് ഈ ലോകത്തിലെ അധമ വികാരങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ജീവിതം. അവർ ഒരിക്കലും ദൈവം അവരുടെ ജീവിതത്തിൽ ആനന്ദമായിരിക്കില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ അതൊന്നും അവർക്ക് കാരണം അതൊക്കെ ഒരു വിരസതയായിട്ട് അവർക്ക് തോന്നും. ജപമാല ചൊല്ലണോ, കരുണക്കൊന്ത ചൊല്ലണോ, അല്ലെങ്കിൽ വചനം വായിക്കണോ, അല്ലെങ്കിൽ പള്ളിയിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു കാര്യമില്ല, ഒരു പ്രാധാന്യമല്ല. കാരണം അതൊന്നും അവർക്ക് ആനന്ദം തരുന്നതല്ലെന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ട് അവർ ഈ അധമ വികാരങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കും. വചനം ഒരു വലിയ സത്യം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 31 അധമ വികാരങ്ങളിൽ മുഴുകി ആനന്ദം കണ്ടെത്തുന്നവൻ്റെ എന്ത് അവസ്ഥയിലെത്തുമെന്ന് പറയുകയാണ്. അധമ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. തിരുവചനം പഠിപ്പിക്കുന്നത് അധമ വികാരങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തി ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരുമെന്ന് പറയുകയാണ്. ഈ ലോകത്തിലെ തിന്മകൾ നമ്മളെ ആനന്ദവുമായി കടന്നു വരും. ഈ ലോകത്തിലെ അധമ വികാരങ്ങൾ ആനന്ദം തരാമെന്ന് പറഞ്ഞ് നൈമിഷികമായി കടന്നു വന്ന് ആനന്ദം തരാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് മദ്യപാനമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങളാകാം, അധമ വികാരങ്ങളാകാം. ഇതൊക്കെ നമ്മളെ പരിഹാസപാത്രമായി തകർക്കുവാൻ കാരണമാകുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ആനന്ദം കണ്ടെത്തേണ്ടത് നിത്യമായി നിലനിൽക്കുന്ന നിത്യ സൗന്ദര്യമായ നിത്യ ആനന്ദമായ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തണം. രണ്ടാമത്, ചിലർ ആനന്ദം കണ്ടെത്തുന്നത് ദുഷ്ടതയിലാണ്. എപ്പോഴും ദുഷ്ടത പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം, മറ്റുള്ളവരിലെ നന്മ തകർക്കണം, മറ്റുള്ളവർക്ക് നന്മ വരാനായിട്ട് പാടില്ല. ഈ ദുഷ്ടത മാത്രം ഉള്ളിൽ നിറച്ചു വെച്ച് ജീവിക്കുന്ന ജീവിതങ്ങളെ കാണാനായിട്ട് പറ്റും. സംസാരിക്കുമ്പോഴും ദുഷ്ടത, നിലപാടുകൾ എടുക്കുമ്പോഴും ദുഷ്ടത, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദുഷ്ടത വരുത്തി മറ്റുള്ളവരിൽ ആ ദുഷ്ടത കൊടുത്ത് സന്തോഷിക്കുന്ന ജീവിതങ്ങളെ കാണാനായിട്ട് പറ്റും. മറ്റുള്ളവർക്ക് ദുഷ്ടത കൊടുത്ത് അവരുടെ കണ്ണുനീര് വീഴുമ്പോൾ, അവർ പരാജയപ്പെടുമ്പോൾ, അവർ തകർന്ന് വീഴുമ്പോഴൊക്കെ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. അവരെക്കുറിച്ചും ദൈവവചനം പറയുന്നുണ്ട് എന്താണെന്ന്. പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും.
നീ ഇന്ന് ദുഷ്ടതയിൽ ആനന്ദിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നീ സ്കൂളിൽ പോകുന്ന കുട്ടിയാകാം. സ്കൂളിൽ പോകുന്ന കുട്ടി നിൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയെ പേന കൊണ്ട് അവൻ്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നതിൽ നീ ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നീ ദുഷ്ടതയിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ നിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ അവർ നിൻ്റെ കൂടെ നടക്കുമ്പോൾ അവരെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ഏതെങ്കിലുമൊക്കെ കെണിയിൽ ഉൾപ്പെടുത്താനായിട്ട് നീ ശ്രമിക്കുമ്പോൾ നീ ദുഷ്ടതയിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തിയാണ്. അത് ഒരുപക്ഷെ നിൻ്റെ കൂടെ പഠിക്കുന്ന നല്ല മാർക്ക് വാങ്ങി പഠിക്കുന്ന കുട്ടിയെ നിനക്ക് ആ കുട്ടിയുടെ ജീവിതം തകർക്കാനായിട്ട് തെറ്റായ പ്രേമബന്ധങ്ങളിൽ കൊണ്ട് കെണിയിൽ കൊടുക്കാനായിട്ട് നീ പരിശ്രമിക്കുമ്പോൾ അത് നിൻ്റെ ദുഷ്ടതയാണെന്ന് നീ തിരിച്ചറിയണം. കാരണം ഒരുപക്ഷെ നീ ദുഷ്ടതയിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തിയായിരിക്കാം. ഈ അടുത്ത സമയത്ത് ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ വന്നു. വല്ലാത്ത വിഷമമായിരുന്നു. കാരണം നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, പ്രാർത്ഥിക്കുന്ന കുട്ടി, അതെല്ലാം പെട്ടെന്ന് ഒരു തെറ്റായ പ്രേമബന്ധത്തിൽ ഈ കുട്ടി വീഴുകയാണ്. +1 പഠിക്കുന്ന ഈ കുട്ടി ഈ തെറ്റായ പ്രേമബന്ധത്തിൽ വീണു. ആ കുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ കുട്ടിയിൽ നിന്ന് മനസ്സിലായി അവളുടെ കൂട്ടുകാരിയാണ് ഈ ദുഷ്ടതയിൽ കൊണ്ടെത്തിച്ചത്. ഈ തെറ്റായ പ്രേമബന്ധത്തിൽ, ഈ ദുഷ്ടതയിൽ, ഈ അധമ വികാരങ്ങളും ഈ ദുഷ്ടതയിലും കൊണ്ടെത്തിച്ചത് ഈ കൂട്ടുകാരി തന്നെയാണെന്ന് അവസാനം തിരിച്ചറിഞ്ഞു. അവൾ തുറന്ന് സമ്മതിച്ചു. അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഒരു പ്രേമബന്ധത്തിൽ വീഴണമെന്ന് അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷേ ഈ കൂടെ പഠിക്കുന്ന ഈ കൂട്ടുകാരി, അവൾക്ക് തെറ്റായ ഒരു പ്രേമബന്ധമുണ്ട്. അപ്പോൾ കൂടെ പഠിക്കുന്ന ഈ പെൺകുട്ടിക്ക് നല്ല മാർക്കൊക്കെ വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് പ്രേമമൊന്നും ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി തന്നെ അവൾ പ്രേമിക്കുന്ന ഒരു കൂട്ടുകാരനെ ഇവളെ കൊണ്ട് പ്രേമിപ്പിക്കാനായിട്ട് ഇവളോട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവൾ പറയും, അവൻ്റെ പേര് പറഞ്ഞിട്ട് പറയും, അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും നിന്നെക്കുറിച്ച് ചോദിക്കും, നിന്നെ ഭയങ്കര ഇഷ്ടമെന്നാണ് പറയുന്നത്, നിന്നെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. ഇത് നിരന്തരം ഈ കൂട്ടുകാരി അവളോടിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവളുടെ ഉള്ളിൽ തെറ്റായ ചിന്തകൾ വന്നു. അവൾ അറിയാതെ ആ പ്രേമത്തിലേക്ക് വീഴാനായിട്ട് ഇടയായി. അങ്ങനെ തെറ്റായ, ദൈവം ആഗ്രഹിക്കാത്ത ഒരു പ്രേമബന്ധത്തിൽ അവൾ വീഴാനായിട്ട് ഇടയായത് ഈ കൂട്ടുകാരിയുടെ ദുഷ്ടതയാണ്. ഇന്ന് പലരും അനേകം കൂട്ടുകാരികളെ ദുഷ്ടതയിൽ കൊണ്ടിടുന്നുണ്ട്. മദ്യത്തിൻ്റേതാകാം, മയക്കുമരുന്നിൻ്റേതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഷണ കേസിൻ്റേതാകാം. ഈ തലങ്ങളിലൊക്കെ നീ മറ്റുള്ളവരെ കൊണ്ടിട്ടാൽ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. ഒരുപക്ഷെ നീ അതിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. ചിലർക്കൊരു മോഷണം ഒരു ആനന്ദമാണ്. കാരണം അവർക്ക് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് മോഷ്ടിച്ചെടുക്കുന്ന ആ ദുഷ്ടത അതൊരു ആനന്ദമായി കൊണ്ടു നടക്കുന്നവരെ കാണാം. മറ്റുള്ളവരെ ഏതെങ്കിലും ചതിക്കുഴിയിൽ കൊണ്ട് തള്ളിയിടുന്നത് ഒരാനന്ദമായി കണ്ട് അതിൽ ആനന്ദിച്ച് ജീവിക്കുന്നവരുണ്ടാകാം. പ്രിയമുള്ളവരെ, അവർക്ക് അവസാനം ഉണ്ടാകുന്നത് പ്രഭാഷകൻ 19:5 പറയുകയാണ്, ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. കാരണം നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് പരിണിത ഫലമുണ്ട്. നീ ദുഷ്ടത ചെയ്ത് അനേകരെ ഈ ദുഷ്ടതയിൽ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, ആ ദുഷ്ടതയിൽ ആനന്ദം കണ്ടെത്തുവാൻ നീ മറ്റുള്ളവർക്കൊരു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും, നിനക്ക് ശിക്ഷയുണ്ടാകുമെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുഷ്ടത അവസാനിപ്പിക്കുക. ഏതെങ്കിലുമൊക്കെ ദുഷ്ടത നിൻ്റെ ഉള്ളിൽ ആനന്ദത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ആ ദുഷ്ടത ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെയും ആ ദുഷ്ടതയിലേക്ക് കൊണ്ട് വരുവാനായിട്ട് നീ തന്ത്രങ്ങൾ മെനയുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദിനത്തിൽ അത് മാറ്റണം ദൈവനാമത്തിൽ. മൂന്നാമത് ചിലർ ആനന്ദം കണ്ടെത്തുന്നത് ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്നവരാകാം. പള്ളിയിൽ പോകില്ല, പ്രാർത്ഥിക്കില്ല. പക്ഷേ അല്ലെങ്കിൽ ചിലർ പള്ളിയിൽ പോകുന്നവരും കാണാം. ചിലരെന്ത് ചെയ്യും, മറ്റുള്ളവർ വീഴുന്നത് കാണുമ്പോൾ ആനന്ദം കണ്ടെത്തും. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ ആനന്ദം കണ്ടെത്തി കൈകൊട്ടി ഘോഷിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. അവൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കണ്ടോ അവളുടെ കുടുംബത്തിൽ ഈ പ്രശ്നം വന്നത് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഭക്തർ വീഴുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ കാണാനായിട്ട് പറ്റും. അവരുടെ ആനന്ദം എന്ന് പറയുന്നത് ഭക്തരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ അത് ഓർത്ത് അതിൽ ആനന്ദം കണ്ടെത്തി, അത് കേൾക്കുമ്പോൾ ഒരു ആനന്ദം, അത് കാണുമ്പോൾ ഒരു ആനന്ദം. അങ്ങനെയുള്ള ദുഷ്ട മനസ്സുള്ളവരെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ഭാഗമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 27-29 വചനം പറയുകയാണ്, നീ മറ്റുള്ള ഭക്തർ വീഴുന്നത് കാണുമ്പോൾ ആനന്ദിച്ചാൽ നിനക്കൊരു ദുരിതമുണ്ടെന്ന് പറയുക. എന്താണ്? ഭക്തർ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും, മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. നമുക്കറിയാം, കെണിയിൽ വീണാൽ പിന്നെ കെണിയിൽ നിന്ന് രക്ഷയില്ല. നീ ഇന്നൊരു പക്ഷേ നിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്, സുരക്ഷിതത്വമുണ്ടെന്നൊക്കെ പറഞ്ഞ് നീ അഹങ്കരിച്ച് ദൈവത്തെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം.
പക്ഷേ പ്രാർത്ഥിച്ച് ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തകർച്ച വീഴുമ്പോൾ നീ ദുഷ്ടൻ പന പോലെ ഉയർന്നു നിൽക്കുമ്പോൾ ആ ദുഷ്ടൻ ഈ ഭക്തർ വീഴുന്നത് കണ്ട് നീ കൈകൊട്ടി ചിരിച്ചാൽ നിനക്ക് ഒരു അന്ത്യ തകർച്ചയുണ്ടെന്ന് തിരിച്ചറിയണം. നിൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച നീ തന്നെ വരുത്തി വയ്ക്കുമെന്ന് തിരിച്ചറിയണം. അത് ദൈവം വരുത്തുന്നതല്ല. കാരണം നിൻ്റെ ദുഷ്ടതയിലൂടെ ഭക്തർ വീഴുന്നത് കണ്ട് ആനന്ദിച്ച ജീവിതത്തിലൂടെ വരുത്തി വെച്ച വിനയാണെന്ന് നീ തിരിച്ചറിയണം. അങ്ങനെ ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഭക്തർ വീഴുമ്പോൾ ആനന്ദിച്ചാൽ കെണിയിൽ കുടുങ്ങും, മരണത്തിനു മുമ്പ് വേദന അവനെ വിഴുങ്ങും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വീഴ്ചകളിൽ നമ്മൾ ആനന്ദിക്കാൻ പാടില്ല. ഒരുപക്ഷെ എല്ലാ ദിവസവും പള്ളിയിൽ കുടുംബത്തോടെ വരുന്ന ഒരു കുടുംബത്തിൽ ആ ഒരു കുട്ടി തെറ്റായ ഏതെങ്കിലും ഒരു പ്രേമബന്ധത്തിൽ വീണ് ഏതെങ്കിലും ഒളിച്ചോടിയിട്ടുണ്ടാകാം. അതിൻ്റെ വേദന മൂലം ആ കുടുംബം മുഴുവനും തകർന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനെ ഓർത്ത് നമ്മൾ പൊട്ടിച്ചിരിച്ചാൽ, കൈകൊട്ടി അതിൽ ആനന്ദം കണ്ടെത്തിയാൽ അത് ദൈവത്തിനെതിരെ ചെയ്യുന്ന പാവമാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള തലങ്ങളിൽ കാണുമ്പോൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി കരുണക്കൊന്ത ചൊല്ലി ദൈവസന്നിധിയിൽ അവരുടെ വീഴ്ചയെ ഉയർച്ചയാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മറ്റു ചിലർ ആനന്ദിക്കുന്നത് തീറ്റിയിലും കുടിയിലുമാണ്. കടം വാങ്ങിച്ച് മറ്റുള്ളവരെ പറ്റിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നുണക്കഥകൾ പറഞ്ഞ് പൈസ സമ്പാദിക്കുവാനും തീറ്റിയിലും കുടിയിലും ആനന്ദം കണ്ടെത്താനും ശ്രമിക്കുന്ന ചിലരെ കാണാനായിട്ട് പറ്റും. ലൂക്കയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 19 ഭോഷനായ ഒരു ധനികനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം വചനം പറയുകയാണ്, 12-ാം അധ്യായം 19 വചനം പറയുകയാണ്, അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേകം വർഷങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിച്ചു വെച്ചിട്ടുണ്ട്, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ഈ ധനവാൻ്റെ ആനന്ദമെന്ന് പറയുന്നത് തീറ്റയും കുടിക്കുക. വിശ്രമിക്കണം. വിശ്രമം ഒരു ആനന്ദമായി കാണുന്ന മനുഷ്യരെ കാണാം. കർമ്മം ജോലി ചെയ്യേണ്ട നിമിഷങ്ങളിൽ അലസനായി ഉറങ്ങുന്നത് ഒരു ആനന്ദമായി കരുതിയാൽ അത് നിൻ്റെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമാവാൻ തിരിച്ചറിയണം. തീറ്റിയും കുടിയിലും മാത്രം ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ദൈവഹിത പ്രകാരമല്ല എന്നറിഞ്ഞ് അത് തിരുത്താനായിട്ട് തയ്യാറാകണം. തീറ്റിയിലും കുടിയിലുമല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. അതല്ലാതെ തീറ്റിയിലും കുടിയിലും മാത്രം ആനന്ദം കണ്ടെത്തി അത് എപ്പോഴും നിലനിർത്താനായിട്ട് മറ്റുള്ളവരോട് കള്ളക്കഥകൾ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും നുണക്കഥകൾ പറഞ്ഞ് പൈസ സമ്പാദിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ അത് അവസാനിപ്പിക്കുക. നീ അത് അവസാനിപ്പിച്ച് നീ ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങുക, ദൈവവചനത്തിൽ ആനന്ദിക്കാൻ തുടങ്ങുക, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആനന്ദം കണ്ടെത്താനായിട്ട് തയ്യാറാവുക. അത് നിൻ്റെ കുടുംബത്തിലും തലമുറകൾക്കും അനുഗ്രഹമായി അഭിഷേകമായി മാറും. അല്ലാത്ത ആനന്ദമൊക്കെ തലമുറകൾക്ക് തകർച്ചയ്ക്ക് നീ തന്നെ വഴിയൊരുക്കുമെന്ന് തിരിച്ചറിയണം. ഈ ഭോഷനായ ധനികനെ പോലെ ലൂക്കാ സുവിശേഷത്തിലെ 12-ാം അധ്യായം ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ആനന്ദം ഏതെങ്കിലുമൊക്കെ ഭക്ഷണപാനീയങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ദൈവത്തിൽ ആനന്ദിക്കാനായിട്ട് തയ്യാറാവുക. 5-ാമത് ചിലർ വസ്ത്രത്തിൽ ആനന്ദം കണ്ടെത്തുന്നത്. കാരണം വസ്ത്രധാരണയിലും അതുപോലെ തന്നെ സുഭിക്ഷമായി ഭക്ഷിക്കുന്നതിലും ആനന്ദം കണ്ടെത്തുന്നവരെ കാണാൻ പറ്റും. ലൂക്കയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 19 ധനവാൻ്റെയും ലാസറിൻ്റെ ഉപമയിൽ ധനവാൻ്റെ ആനന്ദമെന്ന് പറയുന്നത്, ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് സുഭിക്ഷമായ ഭക്ഷണം, നല്ല മൃദുലമായ ചുമന്ന പട്ട്. ചിലരുടെയൊക്കെ ജീവിതം കാണും, വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും, പക്ഷെ അവരുടെ ആനന്ദമെന്ന് പറയുന്നത് മോടിയേറിയ വസ്ത്രധാരണയാണ്. ഏറ്റവും വില കൂടിയ വസ്ത്രം വാങ്ങി, കടമാണെങ്കിലും പൈസ എങ്ങനെയെങ്കിലും കടം വാങ്ങിച്ച് വില കൂടിയ വസ്ത്രം കിട്ടിയാലേ ആനന്ദമുള്ളൂ. അതൊരു ദൈവികമായ പദ്ധതിയല്ലെന്ന് തിരിച്ചറിയണം. അത് ദൈവികമായ ഒരു ശൈലിയല്ല, ജീവിത ശൈലിയല്ല എന്ന് തിരിച്ചറിയണം. നീ ആനന്ദിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവം വസ്ത്രമായി നിന്നെ പൊതിഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ നീ മിതത്വത്തോടെ ശാന്തതയോടെ ജീവിക്കും. കാരണം വലിയ ആർഭാടം വേണ്ട ആവശ്യമില്ല. ചിലരൊക്കെ വളരെ പൈസ ലാവിഷായിട്ട് മുടക്കി അതിൽ വസ്ത്രങ്ങൾ വാരി കൂട്ടുന്നവരെ കാണാൻ പറ്റും. ഒരു വസ്ത്രം വാങ്ങി അടുത്ത മാസം ഓരോ മാസവും വാങ്ങുന്നവരെ കാണാം. ഓരോ ആഴ്ചയിലും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടി അതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ കാണാം. ചിലരുടെയൊക്കെ ഈ വീടുകളിൽ ചെന്നിട്ട് ആ ഷെൽഫ് തുറന്നു നോക്കിയാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകും. കാരണം ഒരു സാരി കടയിൽ വേണ്ട സാരികളുണ്ട്, എത്ര വർഷങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സാരികൾ. അവരുടെയൊക്കെ ആനന്ദമെന്ന് പറയുന്നത് ഈ വസ്ത്രങ്ങളാണ്. ഈ ധനവാനെ പോലെ ചുമന്ന പട്ടുവസ്ത്രങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ശൈലിയാണ്. പള്ളിയിൽ പോകുമായിരിക്കാം, പ്രാർത്ഥിക്കുമായിരിക്കാം, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നിൻ്റെ ഉള്ളിൽ നീ ആനന്ദം കണ്ടെത്തുന്നത് വസ്ത്രത്തിലായതുകൊണ്ട് നിൻ്റെ ഭവനം മുഴുവനും വസ്ത്രം വാരിക്കൂട്ടി ഇങ്ങനെ കൂമ്പാരമായിട്ട് വെച്ചിരിക്കുക.
മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് കഴിയണം. എന്തിന് അധികം വാരി കൂട്ടി വയ്ക്കുന്നു? എന്തിന് ഈ വസ്ത്രത്തിൽ ആനന്ദം കണ്ടെത്തി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് പൈസ ദുരുപയോഗിക്കുന്നു? എത്രയോ പേര് ഒരു നേരം ഭക്ഷണമില്ലാതെ കഴിയുന്നുണ്ട്. എത്രയോ പേര് ശരിയായ ഒന്ന് വസ്ത്രം ധരിക്കാതെ ജീവിക്കുന്നവരുണ്ട്. അവരെ നീ ഓർത്ത് അവർക്ക് വേണ്ടി ദൈവത്തെ ആനന്ദമായി കരുതി നീ പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകണമെന്ന് തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്. അങ്ങനെ ഈ തലത്തിൽ അത് ഏതെങ്കിലും ഈ ധനവാനെ പോലെ ചുമന്ന പട്ടും വസ്ത്രങ്ങളിൽ ആനന്ദം കണ്ടെത്തി ഭക്ഷണത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തിയുടെയൊക്കെ അവസാനം എന്താണ്? നിത്യമായ നരകമായിരിക്കും. നമ്മൾ കാണുന്നുണ്ട് ധനവാൻ്റെ ലാസറിൻ്റെ ഉപമയിൽ ലാസർ ഈ ലോകത്തിൽ നേരായ വസ്ത്രം പോലും ഇല്ലാതെ അല്ലേ ശരീരം മുഴുവനും വ്രണങ്ങളായി വേദനിച്ച് ഈ ധനവാൻ്റെ മുമ്പിൽ കടന്നു. ചുമന്ന പട്ട് വസ്ത്രം ധരിച്ചിരുന്ന ധനവാൻ ഈ ലാസറിനെ കരുതിയിട്ടില്ല. നല്ല വസ്ത്രം പോലും കൊടുത്തു കാണില്ല. കാരണം അവനെ പരിചരിച്ച് കാണില്ല. കാരണം അവൻ്റെ വസ്ത്രത്തിലും അവൻ്റെ ഭക്ഷണത്തിലും മാത്രം സുഭിക്ഷമായി ജീവിച്ചു. പക്ഷേ അന്ത്യവിധി കഴിഞ്ഞ് അവൻ കിടക്കുന്ന എവിടെയാണ്? അവൻ്റെ ജീവിതത്തിൻ്റെ ആ അവസാനത്തെ വിധിയുടെ മുമ്പിൽ അവൻ നരകത്തിൽ ചെന്ന് കിടക്കുക. ലാസർ അബ്രഹാമിൻ്റെ മടിയിലും. ഈ ധനവാൻ കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ ഈ ദുരിതത്തിൽ വന്നു. എൻ്റെ ആനന്ദമെന്ന് പറയുന്നത് വസ്ത്രങ്ങളിലായിരുന്നു. എൻ്റെ സഹോദരങ്ങളിപ്പോൾ ഭൂമിയിലുണ്ട്. എൻ്റെ 5 സഹോദരങ്ങൾ അവർ വസ്ത്രത്തിൽ മതിമറന്ന് ജീവിക്കുന്നുണ്ട്. അവർ സമ്പത്തിൽ മതിമറന്ന് ജീവിക്കുന്നുണ്ട്. അവർ ഭക്ഷണത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്നുണ്ട്. അവർ ഈ ദുരിതത്തിൽ വരാതിരിക്കുവാൻ ഈ ലാസറിനെ അങ്ങോട്ട് വിടണമേ എന്ന് പറയുന്നുണ്ട്. ദൈവം അവനോട് പറയുകയാണ്, ഈ ധനവാനോട് പറയുകയാണ്, അവിടെ മോശയും നിയമങ്ങളുമുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഈ വചനം നമ്മളെ ശക്തമായി നമ്മളോട് പറയുന്നുണ്ട്. നീ ആനന്ദം കണ്ടെത്തുന്നത് എന്തിലാണ്? ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി മിതത്വത്തിൻ്റെ ജീവിതം നയിക്കുക. വസ്ത്രത്തിലല്ല ആനന്ദം കണ്ടെത്തേണ്ടത്, ഭക്ഷണത്തിലല്ല ആനന്ദം കണ്ടെത്തേണ്ടത്. 6 ചിലർ ഈ ലോകത്തിലെ ദേവന്മാരിൽ ആനന്ദം കണ്ടെത്തുന്നവരെ കാണാനായിട്ട് പറ്റും. ലോകം വിശുദ്ധരെന്ന് കരുതുന്നവരിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്നവരെ കാണാൻ പറ്റും. അവരുടെ ജീവിതവും തകർച്ചയിലെത്താനായിട്ട് സാധ്യതയുണ്ട്. സങ്കീർത്തനം 16:3 പറയുകയാണ്, ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്, അവരിൽ ആനന്ദം കൊള്ളുന്നവൻ അഭിശപ്തനാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ലോകത്തിലെ ചിലരെ വിശുദ്ധരായി കരുതി അവരിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന ജീവിതമല്ല നമ്മുടേത്. നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത് നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിലാണ്. ഈ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവ്യ കാരുണ്യത്തിൽ ആനന്ദം കണ്ടെത്തണം. കർത്താവിൻ്റെ വചനം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ആനന്ദം കണ്ടെത്തണം. യേശുവിൻ്റെ നാമത്തിൽ 1-2 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളിൽ അവൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആനന്ദം കണ്ടെത്താനായിട്ട് കഴിയണം. അതല്ലാതെ ഈ ലോകത്തിലെ വിശുദ്ധന്മാരിൽ മാത്രം ആനന്ദം കണ്ടെത്തി ജീവിച്ചാൽ നമുക്ക് വഴിതെറ്റും. വിശുദ്ധരൊക്കെ നമ്മൾ ഇന്ന് വണങ്ങുന്ന വിശുദ്ധരൊക്കെ യഥാർത്ഥത്തിൽ യേശുവിലേക്കുള്ള വഴികാട്ടികളാണ്. യേശുവിലേക്കാണ് യേശുവിൽ ആനന്ദം കണ്ടെത്താനാണ് അവർ പറയുന്നത്. അല്ലാതെ വിശുദ്ധ അന്തോനീസ് പറയില്ല, നീ എൻ്റെ അടുത്ത് വന്ന് ആനന്ദം കണ്ടെത്ത്. വിശുദ്ധ ഗീവർഗീസ് പറയില്ല, നീ എന്നിൽ ആനന്ദം കണ്ടെത്ത്. അല്ലെങ്കിൽ വിശുദ്ധ അൽഫോൻസാമ്മ പറയില്ല, എന്നിൽ ആനന്ദം കണ്ടെത്ത്. ഈ വിശുദ്ധരൊക്കെ നമ്മൾ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്നത്, പ്രിയപ്പെട്ട വിശ്വാസി, പ്രിയപ്പെട്ട ക്രിസ്തു വിശ്വാസി, ദൈവത്തിലാണ് നീ ആനന്ദം കണ്ടെത്തേണ്ടത്. വിശുദ്ധരൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത് ദിവ്യകാരുണ്യ സന്നിധിയിൽ. നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത് കർത്താവിൻ്റെ പീഡാസഹന മരണ ഉയർപ്പിൻ്റെ ആ കൃപകൾ നമ്മളിലേക്ക് ഒഴുകുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ആനന്ദം കണ്ടെത്താനായിട്ട് കഴിയണം. ഈ ദിനത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, ഞാൻ എന്തിലാണ് ആനന്ദം കണ്ടെത്തുന്നത്? ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തിക്ക് എന്ത് ദുഃഖദുരിതങ്ങൾ വന്നാലും അവനെ തകർക്കാനായിട്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തി ഒരിക്കലും കണ്ണുകൊണ്ട് കാണുന്നത് വെച്ച് ഒരു വ്യക്തിയെ വിലയിരുത്തി അവനെതിരെ ദുരാരോപണം നടക്കില്ല. ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തി, ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തി ആരെങ്കിലും പറഞ്ഞ വാക്ക് കേട്ട് ആ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിച്ച് നികൃഷ്ടമായ നിലപാടുകൾ എടുക്കില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും, കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദൈവത്തിൽ ആനന്ദിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ അവൻ്റെ കണ്ണുകൊണ്ട് കണ്ട വാക്ക് വെച്ച് വിധിക്കുകയില്ല. അവൻ്റെ കേൾവി കൊണ്ട് കേട്ട കാര്യം വെച്ച് വിധിക്കുകയില്ല. ആരെയും വിധിക്കില്ല. വിധി പ്രസ്താവിക്കാതെ നന്മയുടെ ജീവിതം നയിക്കും.
ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തി, ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന വ്യക്തി, ഒരു വ്യക്തിയുടെ വീഴ്ചയിൽ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ താങ്ങാനായിട്ട്, അവരെ രക്ഷിക്കുവാനായിട്ട്, അവരെ തിരിച്ചുവരവിനായി മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇന്ന് എൻ്റെ ജീവിതശൈലി എന്താണെന്ന് ഈ ദിനത്തിൽ നമുക്ക് ആത്മപരിശോധന ചെയ്ത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആനന്ദിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ്, ഈ 6 തലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആനന്ദം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് ശരിയാക്കി മാറ്റുക. യഥാർത്ഥ ആനന്ദം ദൈവമാണെന്നും ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവോളം നമ്മുടെ ജീവിതവും മനസ്സും അസ്വസ്ഥമായിരിക്കുമെന്നും തിരിച്ചറിഞ്ഞ് നമുക്ക് കർത്താവിൽ ആനന്ദം കണ്ടെത്താം, അവൻ്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്താം, അവൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താം, പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ ലഭിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ആനന്ദം കണ്ടെത്താം. ദൈവം ഈ ദിനത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാനായി ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കർത്താവിലും കർത്താവിൻ്റെ കൽപ്പനകളിലും പ്രമാണങ്ങളിലും ആനന്ദം കണ്ടെത്തുവാൻ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദൈവമേ, ഭക്ഷണത്തിലും പാനീയത്തിലും വസ്ത്രത്തിലും അധികാരത്തിലും ലോകസുഖമോഹങ്ങളിലും അധമവികാരങ്ങളിലും ദുഷ്ടപ്രവൃത്തികളിലും ആനന്ദം കണ്ടെത്തി നിത്യനരകത്തിൽ വീഴാതെ ദൈവത്തോട് ഐക്യപ്പെട്ട് നന്മയുടെ ജീവിതം നയിച്ച് വിശുദ്ധിയിൽ ആനന്ദം കണ്ടെത്തി ദൈവീക പ്രമാണങ്ങളിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന് വേണ്ട ആത്മാവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ഈ ദിനത്തിൽ ഒഴുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.